ദീർഘകാലം മദീനയിലെ ജൂതന്മാരുടെ പണ്ഡിത നേതാവായി ജീവിച്ച ശേഷം ഇസ്ലാം സ്വീകരിച്ചു. പ്രവാചക ശിഷ്യനായി മാറിയ അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു പ്രസ്താവിക്കുന്നത് കാണുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തിയപ്പോൾ ജനങ്ങൾ അങ്ങോട്ട് ഓടുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്തിക്കഴിഞ്ഞു എന്ന വിളംബരമുണ്ടായി. കൂട്ടത്തിൽ ഞാനും ചെന്നു. സൂക്ഷ്മ വീക്ഷണത്തിൽ തിരുമേനിയുടെ മുഖം ഒരു വ്യാജന്ന മുഖമല്ലെന്ന് ഞാൻ വ്യക്തമായി മനസ്സിലാക്കി. അവിടുന്ന് നൽകിയ ഒന്നാമത്തെ ആഹ്വാനം ഇതായിരുന്നു: ജനങ്ങളെ, നിങ്ങൾ സലാം പ്രചരിപ്പിക്കുക, അന്നദാനം നടത്തുക, കുടുംബ ബന്ധം സ്ഥാപിക്കുക. ജനങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ നിസ്കരിക്കുക, എങ്കിൽ സുരക്ഷിതരായി നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം. തഹജ്ജുദ് നിസ്കരിക്കാതെ പുലരുവോളം ഉറങ്ങുന്നവർ ആത്മചൈതന്യം നഷ്ടപ്പെട്ടു പാരത്രിക കാര്യങ്ങളിൽ അലസരും വിമുഖരുമായാണ് എഴുന്നേൽക്കുക. അവൻ്റെ പിരടിയിൽ പിശാച് ക്ഷുദ്രക്രിയ നടത്തുകയും ചെകിട്ടിൽ മൂത്രവിസർജനം നടത്തുകയും ചെയ്യുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു: നിങ്ങളിൽ ഒരാൾ ഉറങ്ങിയാൽ അവൻ്റെ പിരടിയിൽ പിശാച് 3 കെട്ടുകൾ കെട്ടി ഓരോന്നിലും അടിച്ചുകൊണ്ട് പറയും: നിനക്ക് ദീർഘരാത്രി ഉണ്ട്, അതുകൊണ്ട് ദീർഘമായി ഉറങ്ങിക്കൊള്ളുക. ഇനി അവൻ ഉണർന്നെഴുന്നേറ്റു അള്ളാഹുവെ പ്രകീർത്തിച്ചാൽ ഒരു കെട്ട് അഴിഞ്ഞു പോകും, വുളു എടുത്താൽ 2ാമത്തെ കെട്ടും അഴിയും, നിസ്കരിച്ചാലോ 3ാമത്തെ കെട്ടും അഴിഞ്ഞു പോകും. അങ്ങനെ അവൻ ശുദ്ധ മനസ്കനും ഉന്മേഷവാനുമായി നേരം പുലരുന്നു. ഇല്ലെങ്കിൽ അവൻ ദുഷ്ടമനസ്കനും അലസനുമായാണ് നേരം പുലരുക. ബുഖാരി, മുസ്ലിം. പ്രഭാതം വരെ ഉറങ്ങിയ ഒരാളെക്കുറിച്ച് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഇപ്രകാരമാണ്: അവൻ്റെ ചികിട്ടിൽ പിശാച് മൂത്രം ഒഴിച്ചിരിക്കുന്നു. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു സ്വപ്നം കാണുകയുണ്ടായി. 2 മലക്കുകൾ തന്നെ പിടിച്ച് വലിച്ച് നരകത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ തനിക്കറിയാവുന്ന പലരുമുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം നരകത്തിൽ നിന്ന് അള്ളാഹുവോട് രക്ഷ ചോദിച്ചുകൊണ്ടിരുന്നു. മറ്റൊരു മലക്ക് അപ്പോൾ ആഗതനായിട്ട് പറഞ്ഞു: നീ പേടിക്കണ്ട, ഭയക്കാനില്ല. ഈ സ്വപ്നകഥ അദ്ദേഹം സഹോദരിയായ ഹഫ്സ റളിയല്ലാഹു അൻഹയെ അറിയിച്ചു. അവർ തൻ്റെ ഭർത്താവായ പ്രവാചകരോട് പറഞ്ഞു. തദവസരം തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസ്താവിച്ചു: നല്ല പുരുഷൻ അവൻ രാത്രി നിസ്കരിക്കുമായിരുന്നെങ്കിൽ പിന്നീട് അബ്ദുള്ള നിശാംസ്കാരത്തിൽ വ്യാപൃതനായി രാത്രി അല്പസമയമല്ലാതെ അദ്ദേഹം ഉറങ്ങുമായിരുന്നില്ല. മഹാനായ ഷെയ്ഖ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു അവരുടെ ഉപദേശം കാണുക. നിശാനിസ്കാരം ശരീരത്തിന് എല്ലാ ഭാരമുള്ള കർമ്മമാണ്. വിശിഷ്യ ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷമുള്ള നിസ്കാരം പതിവും സഹനവും കഠിനാധ്വാനവും കൊണ്ട് മാത്രമേ അത് ലഘുവായി തീരുകയുള്ളൂ. പിന്നീട് അള്ളാഹുവിലുള്ള സ്മരണ, അവനുമായുള്ള അഭിമുഖം, ഏകാന്തത എന്നിവ മൂലമുണ്ടാകുന്ന ആനന്ദ മധുര ആസ്വാദനങ്ങളുടെ കവാടം തുറക്കപ്പെടും. അപ്പോൾ തഹജ്ജുദ് നിസ്കരിക്കാൻ വിഷമമോ ആലസ്യമോ ഉണ്ടാവുകയില്ലെന്ന് മാത്രമല്ല, എത്ര നിസ്കരിച്ചാലും മതിവരില്ല. ഇതായിരുന്നു സജ്ജനങ്ങളുടെ നിലപാട്. അവരിൽ ഒരാൾ പറയുകയുണ്ടായി: സ്വർഗനിവാസികൾ ഇവിടെ രാത്രി സമയങ്ങളിൽ നാം അനുഭവിക്കുന്ന അനുഭൂതിയിലാണെങ്കിൽ അവരെ സന്തോഷകരമായ ജീവിതത്തിൽ തന്നെ മറ്റൊരാൾ പറഞ്ഞിങ്ങനെയാണ്: 40 കൊല്ലമായിട്ട് പ്രഭാതത്തിൻ്റെ ഉദയമല്ലാതെ മറ്റൊരു കാര്യവും എന്നെ ദുഃഖിച്ചിട്ടില്ല. വേറൊരാളുടെ പ്രസ്താവന ഇപ്രകാരമായിരുന്നു: വിനോദപ്രിയർ തങ്ങളുടെ വിനോദത്തിൽ എന്നതിനേക്കാൾ ആനന്ദാസ്വാദനത്തിലാണ്. നിസ്കാരക്കാർ തങ്ങളുടെ രാത്രിയിൽ